നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പ 2026 ഏപ്രിലിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 4 രാജ്യങ്ങളിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തുമെന്ന് പരിശുദ്ധ സിംഹാസനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 13 മുതൽ 23 വരെ നീണ്ടുനിൽക്കുന്ന പര്യടനത്തിൽ അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ രാജ്യങ്ങളാണ് മാർപ്പാപ്പ സന്ദർശിക്കുന്നത്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ വിദേശയാത്രയാണിത്. സമാധാനം, മതസൗഹാർദ്ദം, ദരിദ്രരോടുള്ള ഐക്യദാർഢ്യം എന്നിവയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒരു മാർപ്പാപ്പ അൾജീരിയ സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. വിശുദ്ധ അഗസ്റ്റിന്റെ ജന്മനാടായ ഇവിടെ അൾജിയേഴ്സ്, അന്നബ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അൾജിയേഴ്സിലെ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുന്ന അദ്ദേഹം ക്രിസ്ത്യൻ മുസ്ലിം സംഭാഷണത്തിന് ഊന്നൽ നൽകും. AD 304 സ്ഥാപിതമായ ചരിത്രപ്രസിദ്ധമായ മൈൻസ് രൂപതയുടെ 7ാമത്തെ സഹായമെത്രാനായി മലയാളി വൈദികൻ മോൺസിഞ്ഞർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ അഭിഷിക്തനായി. കോതമംഗലം രൂപതാംഗവും കർമ്മലീത്ത സന്യാസ സമൂഹവുമായ അദ്ദേഹം കഴിഞ്ഞ 22 വർഷമായി ജർമ്മനിയിൽ വൈദിക ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. മൈൻസ് ബിഷപ്പ് ഡോക്ടർ പീറ്റർ കോൾഗ്രാഫ് അഭിഷേക കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിൽ കണ്ടത്തിൽ, യൂറോപ്പിലെ സിറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് എന്നിവരുൾപ്പെടെ 14 ബിഷപ്പുമാർ ചടങ്ങിൽ സംബന്ധിച്ചു. ജർമ്മനിയിലെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന മലയാളി വൈദികരും സന്യസ്തരും ബിഷപ്പിന്റെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രതിനിധികളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. യുദ്ധ സാഹചര്യങ്ങളിൽ വാർത്തകൾ വെറും പ്രചാരണ ആയുധങ്ങളായി മാറുന്നതിനെതിരെ മാധ്യമപ്രവർത്തകർക്ക് കർശന മുന്നറിയിപ്പ് നൽകി ലിയോ 14 മാർപ്പാപ്പ. ഇറ്റാലിയൻ പൊതുമേഖലാ ചാനലായ റായ് 2വിലെ TG2 വാർത്താ വിഭാഗത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം കേവലം അക്കങ്ങളോ തന്ത്രങ്ങളോ അടങ്ങിയ ഒരു വീഡിയോ ഗെയിം അല്ലെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വാർത്തകൾ അധികാരത്തിന്റെ ഉച്ചഭാഷണികളായി മാറാതെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ അറിയിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം ഇരകളുടെ കണ്ണുകളിലൂടെ കാണിച്ചു കൊടുക്കുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് മുൻഗണന നൽകുന്ന റിപ്പോർട്ടിംഗ് ശൈലി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കുടിയേറ്റക്കാരെ ആത്മീയമായും സാമൂഹികമായും നിയമപരമായും പിന്തുണയ്ക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുക എന്നത് സഭയുടെ അജപാലന ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ പറഞ്ഞു. 2026 മാർച്ച് 16 ന്യൂഡൽഹിയിലെ DCA ഹാളിൽ നടന്ന ഇന്ത്യയിലെ കുടിയേറ്റക്കാർക്കൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കാം എന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റക്കാരെ ഇടവക സമൂഹങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക, അവരുടെ ഭാഷയിലും സംസ്കാരത്തിലും പശ്ചാത്തലത്തിലും അവർക്ക് അജപാലന ശുശ്രൂഷകൾ നൽകുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കുടുംബങ്ങളെ സമൂഹത്തിൽ ലയിക്കുവാൻ സഹായിക്കുക, പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കുടിയേറ്റക്കാർക്ക് താങ്ങാവുക എന്നിവ അജപാലന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CCBIയുടെ നോർത്ത് റീജിയൻ കുടിയേറ്റ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് മാർച്ച് 16, 17 തീയതികളിലായി ഈ ശില്പശാല സംഘടിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്ലീനറി സമ്മേളനത്തിൽ നിർണായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ലിയോ 14 മാർപ്പാപ്പ സഭയ്ക്കുള്ളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സഭയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിന് സുതാര്യതയും ഉത്തരവാദിത്വവും അനിവാര്യമാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രീതി ഇനി അനുവദിക്കില്ലെന്നും അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്നും അദ്ദേഹം കമ്മീഷൻ അംഗങ്ങളോട് നിർദ്ദേശിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.